ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു 8 മണി 8:30 ആ ഒരു ടൈമായിരിക്കും. 2 മണിക്കൂറോളം ഫാസ്റ്റാണ് നമ്മുടെ നാട്ടിലത്തെ സമയം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ശരിക്കും ഇവിടുത്തെ ലുസേൺ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ്. ഇതിനെ വിളിക്കുന്നത് ബാൻ ഓഫ് ലുസേൺ എന്നാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ പോവാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നടന്ന് ഒന്ന് കാണുകയാണ്. അപ്പോൾ നമ്മൾക്കുള്ള ബോട്ടെത്തി. എല്ലാവരും അതിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബർജൻ സ്റ്റോക്ക് എന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഇതാ കയറി തുടങ്ങി. എല്ലാവരും മുകളിലോട്ടാട്ടോ പോകുന്നത്. ഞങ്ങളും മുകളിലോട്ടാണ് പോയത്. ബട്ട് അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും മുകളിലിരുന്നിട്ട് നല്ല വ്യൂ ആണെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവിടത്തേനേക്കാളും നല്ലൊരു വ്യൂ ആയിരുന്നു താഴത്ത് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് താഴത്തന്നെ ഇറങ്ങി. ഒരുപാട് ആൾക്കാരെ കൊള്ളുന്ന ഒരു ബോട്ടാണ് കേട്ടോ, ഒരു വലിയ ബോട്ടാണ്. അങ്ങനെ ഞങ്ങളിതാ താഴത്തിരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണാണ്. ഈ തടാകത്തിൻ്റെ അടുത്തായിട്ട് തന്നെ എന്താ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഞങ്ങൾ വ്യൂ കണ്ടിട്ട് ഞങ്ങൾ സീറ്റിൽ നിന്ന് എണീറ്റിട്ട് ഇപ്പോൾ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കുറേ നേരം അവിടെ നിന്നിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇവിടെ ഒരു 6 മണി 7 മണി ഒന്നായാലും നമ്മുടെ സൂര്യൻ പോകില്ല കേട്ടോ. ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാലേ ഇവിടെ ഇരുട്ടാവത്തുള്ളൂ. ഇപ്പോഴൊക്കെ ഒരു 6:30 ആ ഒരു ടൈമാണ്. എന്നാലും നല്ല വെളിച്ചമാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഓരോ ലൈറ്റ്സൊക്കെ ഓണായിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ. ഇവരധികം ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്യില്ല. ഒരു കുറഞ്ഞ രീതിക്കുള്ള ഇതുപോലെ അങ്ങനെ ഒരു വാം ലൈറ്റ് അങ്ങനത്തെ ഒക്കെ ലൈറ്റ്സ് മാത്രമേ ഇവർ യൂസ് ചെയ്യുള്ളൂ. റൂമിലായാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഒരു തിരക്കേറിയ ഒരു ഏരിയയിലൂടെയാണ്. ഒരുപാട് വണ്ടികളും പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളും മുതിർന്നവരും ഒക്കെ ജോലിക്കും ഒക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലിൻഡൻ ഹോം ഓഫ് ചോക്ലേറ്റിൽ. ഇത് നമ്മുടെ വേൾഡ്സ് ലാർജസ്റ്റ് ചോക്ലേറ്റ് കമ്പനിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം. നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ നമ്മളിതാ ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. .3 ഹൈറ്റുള്ള ഈ ചോക്ലേറ്റ് ഫൗണ്ടനിൽ നിന്ന് ഏകദേശം 1500 ലിറ്റർ ഓഫ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആണുള്ളത്. ഓരോ സെക്കൻഡിലും 1 കിലോ ചോക്ലേറ്റ് ആണ് മുകളിലൂടെ ഒഴുകി വരുന്നത്. ഈ ഒഴുകി വരുന്ന ചോക്ലേറ്റ് ഒക്കെ ഒറിജിനൽ ആണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. ഇതിൻ്റെ ഈ അടിഭാഗം മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളൂ, മറ്റേത് ഒറിജിനലാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ഓഡിയോ ഗൈഡ് കിട്ടും. ഇതെടുത്ത് ചെവിട്ടിൽ വെച്ചാൽ നമുക്ക് ഈ ചോക്ലേറ്റ് മേക്കിംഗ് കംപ്ലീറ്റ് പറഞ്ഞു തരും നമുക്കവർ. അങ്ങനെ നമ്മളിതാ അതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇവിടെ ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 CHF ആണ്. എൻട്രൻസിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇതാ ഒരു ചെറിയ കാടാണ്. 2020 സെപ്റ്റംബറിലാണിത് ഓപ്പൺ ചെയ്തത്. ഇത് ഓപ്പൺ ചെയ്തത് റോജർ ഫെഡറൽ ആണ്. ഇതെല്ലാം ഒറിജിനൽ തന്നെ കേട്ടോ, ഈ കാണുന്നതെല്ലാം ഒറിജിനലാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് കൊക്കോ. ഗാനയിലെ ഒരു കൃഷിത്തോട്ടത്തിലേക്കാണ് ഈ യാത്ര നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അവിടുത്തെ കർഷകരും ഈ കൊക്കോ എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും.
ശരിക്കും നമുക്ക് ആ ഫാമിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന ഫീലാണ് അവിടെ ഉണ്ടാകുന്നത്. അത്രയ്ക്കും നല്ലൊരു ആംബിയൻസ് ആണ് അവർ അവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്കാണ് കടക്കുന്നത്. ചോക്ലേറ്റിൻ്റെ 5600 വർഷത്തെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ മെക്സിക്കോയിൽ പുരാതന മെക്സോ അമേരിക്കയിലാണ് ആദ്യമായിട്ട് കൊക്കോ ചെടികൾ കണ്ടെത്തിയത്. ലാറ്റിൻ അമേരിക്കയിൽ ആദ്യകാല നാഗരികതകളിലൊന്നായ വോൾനെക്കാണ് കൊക്കോ ചെടിയെ ചോക്ലേറ്റായിട്ട് മാറ്റിയത്. ആചാരാനുഷ്ഠാനങ്ങൾക്കിടയിൽ അവർ ചോക്ലേറ്റ് കുടിക്കുകയും മരുന്നായിട്ട് ഉപയോഗിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കവിടെ കാണാനൊക്കെ സാധിക്കും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും മരുന്നായിട്ട് എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുമൊക്കെ അവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. ചോക്ലേറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനുമൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഓഡിയോ ഗൈഡ് അവിടെ എല്ലായിടത്തും ടാപ്പ് ചെയ്താൽ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരും. സ്പാനിഷ് പര്യവേഷകർ യൂറോപ്പിലോട്ട് എങ്ങനെയാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ചോക്ലേറ്റ് കൊണ്ടുവന്നതെന്നും സ്വിറ്റ്സർലാൻഡ് എങ്ങനെയാണ് ഹോം ചോക്ലേറ്റ് ആയിട്ട് മാറിയതെന്നും എന്നുള്ള വിവരങ്ങൾ കാഴ്ചകളുമൊക്കെയാണ് അവിടെ നിന്ന് ഒരു റൂമിലോട്ട് കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചോക്ലേറ്റിൻ്റെ ഉത്ഭവത്തിലേക്കും കൊക്കോ യൂറോപ്പിനെ എങ്ങനെയാണ് കീഴടക്കിയതെന്നുമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1836 ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന സ്വിറ്റ്സർലാൻഡിലെ ചെറിയ പട്ടണമായ 1836 ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന സ്വിറ്റ്സർലാൻഡിലെ ചെറിയ പട്ടണമായ മാർഹ്ഗാസയിൽ ഡേവിഡ് സ്പ്രഗ്ലിയും മകനായിട്ടുള്ള റുഡോൾഫ് സ്പ്രഗ്ലിയും ചെറിയൊരു മിഠായിക്കട തുടങ്ങി. ആദ്യത്തെ സോളിഡ് ബാർ ചോക്ലേറ്റ് നിർമ്മിച്ചുകൊണ്ട് സൂറിക്കിൽ അവർ പെട്ടെന്ന് പേരെടുക്കുകയും ചെയ്തു. സോളിഡ് ബാർ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കൊന്നും സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒന്നും ആയിരുന്നില്ല ആദ്യകാലങ്ങളിൽ. അങ്ങനെ ഇരിക്കെയാണ് റുഡോൾഫ് ലിൻഡൻ എന്ന പറയുന്ന വ്യക്തി 1879 സോഫ്റ്റായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മെഷീനൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇതറിഞ്ഞ റുഡോൾഫ് ഫ്രണ്ട്ലി എന്താ ചെയ്തതെന്നറിയോ? 1.5 മില്യൺ ഗോൾഡ് ഫ്രാങ്ക്, അതായത് ഇന്നത്തെ ഏകദേശം 100 മില്യൺ സ്വിസ് ഫ്രാങ്ക് കൊടുത്ത് റുഡോൾഫ് ലിൻഡനിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബ്രാൻഡ് നെയിമും ആ ഒരു മാനുഫാക്ചറിങ് സീക്രട്ടൊക്കെ അങ്ങ് വാങ്ങി. പിന്നീട് റുഡോൾഫ് ഫ്രണ്ട്ലി 2 മക്കൾക്കും 2 കമ്പനിയും അങ്ങോട്ട് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരാൾക്ക് ലിൻഡനിൻ്റെ കമ്പനിയും വേറൊരാൾക്ക് കോൺഫിസറി സ്പ്രഗ്ലിയും. അപ്പോൾ ഇതാണ് ലിൻഡനും സ്പ്രഗ്ലിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലിൻഡനിനേക്കാളും ചോക്ലേറ്റ് പാരമ്പര്യമുണ്ട് സ്പ്രഗ്ലിക്ക്. ഇതാ ഇവിടെ നിന്ന് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് പോക്കറ്റിലൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയാണ്. ഇതാ 3 വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്. അതും നമുക്ക് തന്നെ ചൂടോടുക്കെയാണ് അത് കിട്ടുന്നത്. നമുക്കിതാ ഒരു സ്പൂണും കിട്ടും. ആ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചാൽ ചോക്ലേറ്റ് താഴത്തേക്ക് വരും. ഈ ചോക്ലേറ്റ് ഭ്രാന്തന്മാർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. അത്രയ്ക്കും ചോക്ലേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് എത്ര വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം. അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇതാ ഈ കഴിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അടിപൊളിയാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെയാണ് അവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നും
ആ ഒരു ഹാർഡ് ചോക്ലേറ്റിൽ നിന്ന് എങ്ങനെയാണ് സോഫ്റ്റ് ആക്കുന്നതെന്നും അതിൻ്റെ പാക്കേജിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് പിന്നീട് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ സാമ്പിൾസൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു 15 സ്വിസ് ഫ്രാങ്ക് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല. കാരണം ഒരു 100 സ്വിസ് ഫ്രാങ്കിൻ്റെ ചോക്ലേറ്റ് നമുക്ക് അവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൈ വെച്ചാൽ നമ്മളെ കയ്യിലേക്ക് ചോക്ലേറ്റ് വന്ന് വീഴും. അതാണ് ഇത്. കുറച്ച് എന്താ പറയുക, കുറച്ച് ഡാർക്ക് ചോക്ലേറ്റാണ്, കുറച്ച് കട്ടിപ്പുള്ളൊരു ഐറ്റമാണ്. എനിക്ക് അത്ര ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങി. ഈ കാണുന്നത് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ പോയി നിന്നാൽ നമ്മളെ ഫോട്ടോ എടുക്കും. അത് നമുക്ക് മെയിലായിട്ട് വരും. നമ്മളെ ഫോണിൽ സ്കാൻ ചെയ്താൽ നമുക്കത് മെയിലായിട്ട് വരും. അങ്ങനെ ഞങ്ങളത് ചെയ്യാൻ നിന്നില്ല. ഒരുപാട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു. അത് കാരണം ഞങ്ങൾ അതെടുത്തില്ല.
അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ദാ ചോക്ലേറ്റിൻ്റെ ഒരു സെക്ഷനാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരാൾ ഒന്നേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവിടെ നിന്നിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റുകളുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് അവിടെ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇരുന്ന് കഴിക്കാം. ഷുഗറൊക്കെ അടിച്ച് കയറും. എന്താണോ അവിടുത്തെ ചോക്ലേറ്റിനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നല്ല അടിപൊളി ചോക്ലേറ്റ് ആട്ടോ. ഞങ്ങളതിൽ നിന്ന് ഒരെണ്ണം വെച്ചിട്ട് എടുത്തു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഫുള്ളി ഗ്ലാസ്ഡ് ആയിട്ടുള്ളൊരു ഫാക്ടറിയാണ്. അതായത് ആ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ആ ഒരു മൗൾഡ്, ഒരു ഷെൽഫ് ഫോമിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, അതിൻ്റെ ഓട്ടോമിങ് സ്റ്റേഷൻ എങ്ങനെയാണ്, ഡീമോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, റാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു ഗ്ലാസ് പോലെ നമുക്ക് എല്ലാതും കാണാനൊക്കെ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കൊരു സംഭവം കൂടി കാണാം. ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുന്ന് നമുക്ക് ചോക്ലേറ്റ് തരുന്നത്. ഡിജിറ്റലി ഒരു ചോക്ലേറ്റ് ആണ് നമുക്ക് ഇവിടുന്ന് ചോക്ലേറ്റ് തരുന്നത്. ഈ ചോക്ലേറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഒരു പ്രത്യേക രീതിയിലാണ് ചോക്ലേറ്റ് നമുക്ക് തരുന്നത്. ഒരു ഗെയിം പോലെയാണ് അവസാനം നമ്മളെ കയ്യിൽ ചോക്ലേറ്റ് എത്തുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഷോപ്പിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞങ്ങളിവിടെ നിന്ന് വളരെ കുറച്ച് ചോക്ലേറ്റ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. അതിന് തന്നെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ ചോക്ലേറ്റിനും നല്ല റേറ്റാണ്. പക്ഷേ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇനി അടുത്ത പാർട്ടിൽ കാണാം. അതുവരേക്കും ബായ്.